ഈ കാണുന്ന രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് പുതിനയില നമ്മുടെ വീട്ടിൽ തന്നെ വളർത്താൻ ചെറിയ ബാൽക്കണി ആണെങ്കിൽ പോലും നമുക്ക് അതിൽ വളർത്തിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ പുതിനയിലും വാങ്ങാറില്ലേ? അപ്പോൾ അതിൻ്റെ തണ്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഞാൻ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിനയില കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 4-മത്തെ ദിവസമാണ് ഈ കാണുന്നത്. ഇതേപോലെ വേരുകൾ വന്നിട്ടുണ്ട്. 5-മത്തെ ദിവസമായപ്പോൾ സാധാരണ 5-മത്തെ ദിവസമൊക്കെ ആകുമ്പോഴാണ് നല്ല വേര് വന്ന് ഇതേപോലെ മാറ്റി കുഴിച്ചിടേണ്ട സമയം, മണ്ണിലേക്ക് പിടിപ്പിക്കേണ്ട സമയം കേട്ടോ, വെള്ളത്തിൽ നിന്ന് മാറ്റേണ്ട സമയം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ചട്ടികളിൽ കുറച്ച് ചെടികളോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് മാറ്റിയതിന് ശേഷം അതിലേക്ക് നടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഞാൻ വളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കൊടുക്കണില്ല. നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ മണ്ണ് ഇളക്കണതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതേപോലെ ഞാൻ 4 തണ്ടാണ് ഇങ്ങനെ നടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നത്. അത് ഞാനൊരു ബണ്ടിലാക്കി ഒരു കുഞ്ഞ് കെട്ടാക്കി അവിടെ മാറ്റി വേറെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുഞ്ഞ് കെട്ടാണ്, ഈ കാണുന്ന കെട്ടാണ് ഞാൻ നടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് അടിപൊളിയായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യുക, നമ്മൾ ചായക്കോ കാപ്പി ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി ആ പാട്ടയിൽ തന്നെ വെള്ളത്തിലിട്ട് വെക്കണേ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു, നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ വീടിൻ്റെ അകത്ത് വെക്കാതെ ബാൽക്കണിയിലോ നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ, ചെറിയ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ, വെളിച്ചമൊക്കെ തട്ടുന്ന രീതിയിൽ വേണം വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളം വേണമെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോൾ ഒന്ന് മാറ്റി കൊടുക്കാം. 5-6 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ മാറ്റി നടാൻ പറ്റുന്ന പാകത്തിലാവും കേട്ടോ. പുതിനയിലക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ജലദോഷം, ചുമ, തൊണ്ടയിൽ കഫക്കെട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പുതിനയില ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് ആവി കൊള്ളുക. അപ്പം നല്ലതാണ്, പെട്ടെന്ന് ഈ കഫക്കെട്ടും കാര്യങ്ങളും ചുമയും ജലദോഷമൊക്കെ മാറിക്കിട്ടാൻ. പിന്നെ അതേപോലെ തന്നെ പുതിനയില വെള്ളം ഡയറ്റ് നോക്കുന്നവർക്ക് വളരെ നല്ലതാണ്, ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പുതിനയില ഇട്ട ചായ, കട്ടൻ ചായ ആയാലും പാൽ ചായ ആയാലും കുടിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ്സ് റിലീഫ് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് 10 ദിവസം, അതായത് നട്ട് കഴിഞ്ഞിട്ട് 10 ദിവസമായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നന്നായിട്ട് തളിരൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്, ഒന്ന് പിടിച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് ദിവസം കുറച്ചൊന്ന് മണ്ണിൽ പിടിക്കാൻ, വെള്ളത്തിൽ നിന്ന് മാറ്റിയതല്ലായിരുന്നോ, അപ്പോൾ അത് മണ്ണിൽ പിടിക്കാൻ കുറച്ചൊരു മടി കാണിച്ചിരുന്നു. പിന്നെ സെറ്റായി. പിന്നെ നല്ല വെയിലുള്ള സൂര്യപ്രകാശം കിട്ടണ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആണ് ഇതിനെ ഇങ്ങനെയാക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് 1 മാസമായിട്ടുള്ള ചെടിയാണ് കേട്ടോ. ഏകദേശം 1 മാസമായിട്ടുണ്ട്. 1 മാസം 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കി വെക്കുകയാണ്. അപ്പോൾ കണ്ടില്ല, നന്നായിട്ട് തളിരൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. കാരണം ആ കൊമ്പ് ഒടിച്ച ഭാഗം ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല കുഞ്ഞു ശിഖരങ്ങളൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. തുളസി, പനിക്കൂർക്ക എന്നീ സസ്യങ്ങളെ പോലെ തന്നെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നട്ട് പിടിപ്പിക്കുക.